നമുക്കറിയാം, യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ എന്ത് തോന്നിയാസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ അവിടെ ആഘോഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആഘോഷങ്ങൾ കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്താണ് നിങ്ങളുടെ ഈ ആഘോഷം? അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ. ഇതൊക്കെ ജാഹിലിയ കാലത്ത് ഞങ്ങൾ കളിക്കാറും ചിരിക്കാറും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്കുണ്ടായ ദിവസങ്ങളാണ്, ആഘോഷ ദിവസങ്ങളാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ പെരുന്നാളിൻ്റെ പ്രഖ്യാപനം നടത്തിയത്, ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറം മിൻഹുമാ. എന്നാൽ നിങ്ങൾക്കുള്ള ഈ രണ്ട് ആഘോഷങ്ങളെക്കാളും ഉത്തമമായ ഒരു ആഘോഷത്തെ നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് തന്നിരിക്കുന്നു. യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. യൗമുൽ അദ്ഹയും യൗമുൽ ഫിത്റുമാകുന്നു അത് എന്ന് നിർദ്ദേശിച്ചു. എല്ലാവിധ സന്തോഷങ്ങളും, ഹലാലായ എല്ലാ സന്തോഷങ്ങളും അനുവദിക്കപ്പെട്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പെരുന്നാളെന്ന് പറഞ്ഞാൽ. നല്ല ഭക്ഷണം കഴിക്കണം. അയ്യാമു തശ്രീഖിനെ കുറിച്ച്, ബലിപെരുന്നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നുണ്ടല്ലോ, അന്ന് അക്കലും ഷുറുബും, തിന്നും കുടിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു പുണ്യകർമ്മമാണ്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വല്ല വസ്ത്രം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത്, തജമ്മൽ ബിഹാലിൽ ഈദി വൽ വുഫൂദ്. ആൾക്കാർ വരുമ്പോൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ പെരുന്നാളിനും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് ഈ കുപ്പായം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് നിങ്ങൾ ഭംഗിയായി ധരിക്കൂ എന്ന് നബി ഇസ്ലാം. അപ്പോൾ നല്ല വസ്ത്രം ധരിക്കണം, സന്തോഷത്തിന് വേണ്ടുന്നല്ലേ, നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ പെരുന്നാൾ ദിവസങ്ങളിൽ നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എല്ലാ നിലക്കും ആഘോഷിക്കാനും സന്തോഷിക്കാനും തന്നെയാണ് സഹോദരങ്ങൾ. എന്ന് ഞങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ ഈദ്ഗാഹിൽ തൊട്ടടുത്ത ആശുപത്രികളിൽ നിന്ന്, രോഗികളുടെ അടുക്കൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണം സംഭവിച്ച വീടുകളിൽ നിന്ന് ഈ ഈദ്ഗാഹിലേക്ക് വന്ന ആളുകളുണ്ട്. മാരകമായ രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ജീവിത പ്രതിസന്ധികളിൽ പല പ്രയാസങ്ങളെയും അടുത്ത ആഴ്ചകളിൽ തരണം ചെയ്യാൻ കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും. എങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നത്? നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം, ആഹ്ലാദമെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അതിഭൗതികമായിട്ടുള്ള അടിച്ചു പൊളിക്കലുകളല്ല. അതിനപ്പുറത്ത് നമ്മുടെ വിശാലമായ ഹൃദയവും മനസ്സും അനുഭവിക്കുന്ന ആഹ്ലാദകരമായ ഒരു സന്തോഷമുണ്ട്, ഒരു സൗഭാഗ്യമുണ്ട്. അതുതന്നെയാണ് ഇഹലോകത്തും പരലോകത്തുമുള്ള ഏറ്റവും വലിയ സന്തോഷം.